ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് രാജ്യത്തേക്ക് എത്തിച്ച ആഡംബര കാറുകൾ കണ്ടെത്തുന്നതിനായി കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തുന്ന പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ നുംകോർ. ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ കസ്റ്റംസിന് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വരും. GST വകുപ്പും അന്വേഷിക്കും. കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് എത്തുന്നതടക്കം നടന്മാർക്ക് വെല്ലുവിളിയാകും. വാഹനം എന്നർത്ഥം വരുന്ന ഭൂട്ടാനി വാക്കാണ് നുംകോർ. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെ 30ഓളം സ്ഥലങ്ങളിലാണ് സംസ്ഥാനത്ത് പരിശോധനകൾ നടന്നുവരുന്നത്. ഇന്ത്യൻ നിയമമനുസരിച്ച് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. നികുതി വെട്ടിക്കുന്നതിനായി വ്യാജരേഖകൾ ഉണ്ടാക്കി പഴയ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 10 മുതൽ 15 വരെ നിയമലംഘനങ്ങൾ നടന്നിട്ടുള്ളതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. പരിശോധനയുടെ ഭാഗമായി കാണുന്ന അനധികൃത വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കും. രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് കസ്റ്റംസിന്റെ നീക്കം. ഇതിനൊപ്പമാണ് EDയും പരിശോധനയ്ക്ക് വരുന്നത്. രേഖകൾ ഉടൻ EDക്ക് കസ്റ്റംസ് കൈമാറും. GST തട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് GST വകുപ്പ് അന്വേഷണത്തിന് എത്തുന്നത്. ഫിറ്റ്നസ്, ഇൻഷുറൻസ് എന്നിവയൊന്നുമില്ലാതെയാണ് വാഹനങ്ങൾ ഓടുന്നത്. പുറത്തുനിന്ന് വാഹനങ്ങൾ എത്തിച്ചാൽ 1 മാസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്നാണ് നിയമം. എന്നാൽ 8 മാസമായിട്ടും വാഹനം രജിസ്റ്റർ ചെയ്യാതെ വിദേശ നമ്പറുകളിൽ കേരളത്തിൽ ഓടുന്നുണ്ട്. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് വിഭാഗത്തിൽപ്പെട്ടതുമായ വാഹനങ്ങൾ അതിർത്തി കടത്തിക്കൊണ്ടുവന്ന് വിൽക്കുന്ന കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് വാങ്ങി ഇന്ത്യയിൽ എത്തിക്കുന്നതാണ് ഇവരുടെ രീതി. ഭൂട്ടാനിൽ വെച്ച് വാഹനങ്ങൾ അഴിച്ച് വണ്ടികളിലാക്കി വനാതിർത്തി വഴി ഇന്ത്യയിൽ എത്തിച്ച് പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ് രീതി. അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറുകളിലാക്കി ഇന്ത്യയിലെത്തിക്കും. ഭൂട്ടാൻ സ്വദേശികൾക്ക് കാറുമായി ഇന്ത്യയിലേക്ക് വരാമെന്ന വ്യവസ്ഥ ദുരുപയോഗം ചെയ്യും. ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവന്ന ശേഷം കൃത്രിമ രേഖകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തും. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എംബസികൾ, വിദേശകാര്യ മന്ത്രാലയങ്ങൾ, അമേരിക്കൻ എംബസികൾ തുടങ്ങിയവയുടെ സീലുകളും മറ്റും ഇതിനായി കൃത്രിമമായി നിർമ്മിക്കുന്നു. പരിവാഹൻ വെബ്സൈറ്റിലും ഇവർ കൃത്രിമം നടത്തുന്നുണ്ട്. വാഹനങ്ങൾ എത്തിക്കുന്നതിന്റെ മറവിൽ സ്വർണവും മയക്കുമരുന്നും എത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇന്തോ ഭൂട്ടാൻ അതിർത്തിയിൽ DRIയും മറ്റ് ഏജൻസികളും ഇവ പിടികൂടിയ സംഭവമുണ്ടായിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്നും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ പറഞ്ഞു. റേഞ്ച് റോവർ ഡിഫൻഡർ 110, നിസാൻ പട്രോൾ, ടൊയോട്ട പ്രാഡോ, ലാൻഡ് ക്രൂസർ, ലെക്സസ് തുടങ്ങിയ ആഡംബര SUVകളാണ് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവ ആദ്യം ഭൂട്ടാനിൽ എത്തിച്ച ശേഷം സെക്കൻഡ് ഹാൻഡ് വാഹനം എന്ന നിലയ്ക്കാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. വാഹനം കണ്ടെയ്നറുകളിലോ പാഴ്സുകളാക്കിയോ എത്തിക്കുകയാണ് പതിവ്. ഇന്ത്യയിലേക്കുള്ള വിനോദസഞ്ചാരി എന്ന നിലയിൽ പെർമിറ്റ് വാങ്ങി ഓടിച്ചും അതിർത്തി കടത്താറുണ്ട്. ഇന്ത്യയിൽ ഉപേക്ഷിച്ച് തിരികെ പോകും. ഈ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലെ RTO ഓഫീസുകളിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്യും. ഇതിനുശേഷമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്.